കൊമേഴ്സ്യൽ സ്വാഭാവികമായിട്ട് അത് വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. കാരണം കൊമേഴ്സ്യലായിട്ട് ആളുകൾക്ക് വളരെ പ്രയോജനകരമാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ഓഫീസിൽ തന്നെ എനിക്ക് ഏകദേശം 15,000 രൂപ മാസം കറണ്ട് കാശ് അടയ്ക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ 15,000 രൂപ അടയ്ക്കുന്ന സ്ഥാനത്ത് ഞാൻ ഏകദേശം ഒരു 8 ലക്ഷം രൂപ മുടക്കിയ സമയത്ത് എനിക്കതൊരു ആ ബില്ല് മൊത്തം സീറോ ആയി മാറും, അല്ലെങ്കിൽ മിനിമം ചാർജസിലേക്ക് മാത്രം പോകുന്ന സമയത്ത് എൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 3-3.5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുന്നു. മാത്രമല്ല ഞാൻ സോളാർ എൻ്റെ സ്ഥാപനത്തിൽ വയ്ക്കുമ്പോൾ ഇതൊരു ക്യാപിറ്റൽ ഗുഡ്സ് ആയതുകൊണ്ട് എനിക്ക് 2.5 വർഷം കൊണ്ട് ഇതിന് ഡിപ്രീസിയേഷൻ എമൗണ്ട് വളരെ 40%. അപ്പോൾ 2.5 വർഷം കൊണ്ട് ഡിപ്രീസിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഞാൻ ബാങ്ക് ലോൺ എടുത്താൽ ചെയ്യുന്നെങ്കിൽ ആ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ റവന്യൂ എക്സ്പെൻസസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് കൊമേഴ്സ്യലായിട്ട് ഇതിനൊരു പ്രായോഗിക ബുദ്ധിമുട്ടില്ല. ആളുകൾക്ക് അവിടെയും ഈ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ആളുകൾക്ക് ഒരു ബിസിനസ്സുകാരന് അദ്ദേഹത്തിൻ്റെ ഫണ്ട് അത് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് സോളാർ വയ്ക്കാൻ തയ്യാറാവില്ല. ബാങ്കുകൾ തീർച്ചയായിട്ടും ലോൺ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് പോകുന്ന സാധനം. അതിനകത്തൊരു സ്പെഷ്യൽ ഒരു പ്രൊമോഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ ഡൊമസ്റ്റിക്കിലാണ് ഇതിന് കൂടുതൽ പ്രൊമോഷൻ ആവശ്യമുണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ആളുകൾക്ക്, ചെറിയ വൈദ്യുതി ഉപയോഗമുള്ള ആളുകൾക്കാണ് ഇതിന് കൂടുതൽ പ്രൊമോഷൻ. അതുകൊണ്ടാണ് ഗവൺമെൻറ് 3 കിലോവാട്ട് വരെ സബ്സിഡി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല, വലിയൊരു എമൗണ്ട് ഉണ്ട്. 78,000 രൂപ 2 ലക്ഷം രൂപ വരെയുള്ള ഒരു 3 കിലോവാട്ട് ഇൻസ്റ്റലേഷൻ വരുന്ന സമയത്ത് ഏകദേശം 78,000 രൂപ സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് ഇതാണ്. അതുകൊണ്ടാണ് ഇത് വളരെ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നതും. വളരെയേറെ അവിടെ നിന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ മതി. നമസ്കാരം സാർ.